വെൽക്കം ടു ജസീസ് കിച്ചൺ. ജസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ റേഷൻ അരി വെച്ചിട്ട് നല്ലൊരു ചിക്കൻ മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി തന്നെയാണ് ഈ ഒരു റേഷൻ അരി വെച്ചിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മന്തി റൈസ് ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു റേഷൻ അരി വെച്ചിട്ട് തന്നെ നമുക്ക് നല്ല കിടിലം മന്തി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൂടിയും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ഗ്ലാസ് റേഷൻ അരിയാണ്. അപ്പോൾ ഈ റേഷൻ അരിയിലുള്ള ഈ കറുപ്പ് അരികളൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. ഇനി നമ്മൾ ഈ ഒരു അരി എടുത്തിട്ട് ഒന്ന് കുതിർക്കാനാണ് വെക്കുന്നത്. നന്നായിട്ടൊന്ന് കഴുകിയ ശേഷം ഒന്ന് കുതിർത്ത് വെക്കണം. ഇപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തായിട്ടും കുതിർത്ത് വെക്കണം. ഇത് തമ്മിൽ ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുതിർത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ അരി ഒരു അരമണിക്കൂർ നമുക്ക് ഇതേപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ 3-4 തവണ നന്നായിട്ട് വാഷ് ചെയ്ത ശേഷം ഈ അരി ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ ഇനി മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയുമാണ്. അപ്പോൾ കളറൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കളറിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടെ ബാക്കിയുള്ളത് ഉണ്ടായത് കൊണ്ട് ഞാൻ എടുത്തതാണ്. അത് ഓപ്ഷണലാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും 1 സ്പൂണ് ഗരം മസാലയും 1 സ്പൂണ് കുരുമുളക് പൊടിയും 2 ചിക്കൻ സ്റ്റോക്കുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അതിനുവേണ്ടി എല്ലാം കൂടി പൗഡറുകളെല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചിക്കൻ സ്റ്റോക്കും ഗരം മസാലയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കിലോ അരിയിലേക്ക് 2 ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 250 ml കപ്പിൽ 1 കപ്പ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി മിക്സിയിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇങ്ങനെ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ മസാല ഒക്കെ പെട്ടെന്ന് തന്നെ ചിക്കനിലേക്കൊക്കെ പിടിക്കും. പിന്നെ ഞാനിവിടെ മന്തിക്ക് വേണ്ടിയിട്ട് 1 ചിക്കന് വലിയ പീസുകളാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനിന് ഓരോരോ വിലങ്ങ് ഇട്ട് കൊടുക്കണം കത്തി വെച്ചിട്ട്. മസാല ഒക്കെ പെട്ടെന്ന് തന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ മസാലകളെല്ലാം കൂടിയും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ഡ്രൈ ലെമണും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂണ് പൊടിക്കാത്ത കുരുമുളകും അതേപോലെ തന്നെ പട്ടയും ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 3 പട്ടയും 4-5 ഏലക്ക 4-5 ഗ്രാമ്പു എന്നിവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കൈവച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ആ സമയം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് മസാല ഒക്കെ പിടിക്കും. പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പ് ഇതുവരെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഈ ചിക്കൻ ക്യൂബ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. അരി വേവിച്ചെടുക്കുമ്പം അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ അരി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ഓയിലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അരി ഊറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളത്തിൽ തന്നെ നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ചോറിൻ്റെ പശർമൊക്കെ പെട്ടെന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെള്ളത്തിൽ നമ്മൾ ഈ ഒരു അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ അധികം തന്നെ വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു 90% കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഊറ്റിയെടുക്കാം. കൈ വെച്ചിട്ടൊന്ന് അമർത്തി നോക്കുന്ന സമയത്ത് അത് പൊട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മുടെ അരി കുക്കായിട്ടുണ്ട്, 90% കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഊറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഊറ്റിയെടുക്കാൻ. അപ്പോൾ ഈ അരിയുടെ പശർമൊക്കെ കുറച്ചും കൂടി ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് നേരെ തന്നെ ഊറ്റിയെടുത്താൽ മതി.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു അരി ഒന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുക്കുമ്പോൾ നമ്മൾ ഇതേപോലെ ഒരു ഓട്ടക്കയിൽ എടുത്തിട്ട് വേണം ഊറ്റിയെടുക്കാൻ. മാക്സിമം വെള്ളം പോക്കാൻ പറ്റുന്ന അത്രയും നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് പോക്കിയിട്ട് വേണം ഊറ്റിയെടുക്കാൻ. 1 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇനി ഓയിലൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ഭാഗം കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് അടുത്ത ഭാഗവും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 ഭാഗവും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 പച്ചമുളക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം. പിന്നെ നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു ചാർക്കോളോ അല്ലെങ്കിൽ ചിരട്ടയുടെ ചെറിയൊരു പീസ് പകുതി കത്തിയ കനലോ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരല്പം ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് പുകയിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഒരു 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ആ ഒരു 3/4 മണിക്കൂറിൻ്റെ സമയം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പം 3/4 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്ത ശേഷം നമ്മളിനി റൈസ് എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിൽ ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനൊക്കെ മാറ്റിയതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ അരി നന്നായിട്ട് പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പാത്രം വെച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ റേഷൻ അരി വെച്ചിട്ട് നല്ല കിടിലം മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാനുള്ള മയോണൈസും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 3 വെളുത്തുള്ളി ഒന്ന് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ സുർക്കയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഓയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. പാലെടുത്ത അതേ കപ്പ് തന്നെ 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒരു 8 മിനിറ്റും കൂടി ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റേഷൻ അരി വെച്ചിട്ട് നല്ല കിടിലം മന്തിയും അതേപോലെ തന്നെ ഗാർലിക് പേസ്റ്റും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ റൈസ് തമ്മിലൊന്നും ഒട്ടിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മന്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും പുതിയ പുതിയ വീഡിയോസും റെസിപ്പീസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.